കേരളത്തിലെ എയ്ഡഡ് പ്രൈമറി സ്കൂൾ മേഖലയിലെ ഏക പ്രഥമാധ്യാപക സംഘടനയായ കേരള പ്രൈവറ്റ് ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ 59ാം ജില്ലാ സമ്മേളനം അഞ്ചൽ ഉത്തംമഹലിൽ നടന്നു. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി പല വിധത്തിലുള്ള ത്യാഗങ്ങൾ സഹിച്ച് അഹോരാത്രം പ്രവൃത്തിയെടുക്കുന്നവരാണ് പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റർമാരെന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും തങ്ങളോട് ഉദാര സമീപനം ഉണ്ടാകുന്നില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലക്ഷങ്ങളുടെ ബിസിനസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ ഭക്ഷണ കമ്മിറ്റി ആരെടുക്കണം, പ്രോഗ്രാം കമ്മിറ്റി ആരെടുക്കണം, അക്കോമഡേഷൻ കമ്മിറ്റി ആരെടുക്കണം, സ്റ്റേറ്റ് ആൻഡ് ഫണ്ട് ആരെടുക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയും അത് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് പൊതുവിദ്യാലയത്തിലെ കൊച്ചിന് ആഹാരം കൊടുക്കുന്ന കാര്യം ഇതാണ് ഒരു കൊടുത്ത വലിയ കാര്യം എന്നുള്ള ആ മാനസികാവസ്ഥയോടെ നമ്മളെ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന നേതാക്കന്മാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ കാലഘട്ടം കഴിഞ്ഞിട്ട് 2021-22 കാലഘട്ടം കഴിഞ്ഞ് കോവിഡിന് ശേഷം 1/6/2021 സ്കൂൾ തുറന്നു. 1/6/22 പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ക്ലാസുകൾ പുനഃക്രമീകരിച്ചുകൊണ്ട് പുതുതായ രീതിയിൽ വന്നപ്പോ അന്നുണ്ടായിരുന്ന പൈസ ഇരട്ടിയുടെ ഇരട്ടി പൈസ നമുക്ക് ലഭ്യമാകേണ്ട സാഹചര്യം വന്നപ്പോൾ നമ്മൾ പറയുന്ന വാദവും നമ്മൾ പറയുന്ന വിഷയങ്ങളും 100% പ്രത്യയ ശാസ്ത്രത്തിനും ഒക്കെ അപ്പുറമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്നും അതാണ് പ്രായോഗിക തലത്തിൽ ചിന്തിക്കേണ്ടതെന്നും തിരിച്ചറിവുണ്ടായപ്പോൾ ഈ പറയപ്പെടുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും അധ്യാപക സംഘടനയെല്ലാം നമ്മുടെ കൂടെ ചേരുകയും നമ്മുടെ കേസുകൾക്കൊപ്പം അവർ പുതിയ പുതിയ കേസുകൾ ടാഗ് ചെയ്യുകയും ചെയ്തു. ഇന്ന് നമുക്ക് ഈ ഏറ്റവും അവസാനം 2024 ഡിസംബർ മാസത്തെ മെറ്റീരിയൽ കോസ്റ്റും 2024 മുതലുള്ള ഉച്ചഭക്ഷണത്തിന് സപ്ലിമെന്ററി ന്യൂട്രീഷൻ ഫുഡും മറ്റ് ബാലൻസ് വരുന്ന ഓരോ മാസങ്ങളിലെ പൈസയും ഈ മാർച്ച് മാസം തീരാൻ പോകുന്നതിന് 10 ദിവസം ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടാതിരിക്കുമ്പോഴും ഇത് ഗവൺമെന്റ് മേഖലയിലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലും അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ആ പൈസ മേടിച്ചെടുക്കാൻ കഴിഞ്ഞതെന്നും ഇതാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രധാന അധ്യാപകന്റെ കാശല്ല ചോദിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഭക്ഷണം കൊടുക്കുന്നതിനാണ് നമ്മൾ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത്. അപ്പൊ യൂണിഫോം ആയിക്കോട്ടെ, സ്കോളർഷിപ്പ് ആയിക്കോട്ടെ. ഇപ്പൊ കെടാളിലൊക്കെ എന്ന് പറയാൻ സ്കോളർഷിപ്പ് കൊണ്ടുവന്നു. പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള OBC സ്കോളർഷിപ്പിലാണ് കെടാളിലൊക്കെ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായി നേരത്തെ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരുന്ന പ്രീമെട്രിക് സ്കോളർഷിപ്പ് എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ മാർഗദീപം സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പ് ഒക്കെ കൊണ്ടുവന്നപ്പോ നിങ്ങളൊന്ന് ഒരു കാര്യം ആലോചിച്ചാൽ മതി. മാർച്ച് 4-ാം തീയതിയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മാർഗദീപം സ്കോളർഷിപ്പിന്റെ സർക്കുലർ ഇറക്കിയത്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാണ് ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് മാർച്ച് 9-ാം തീയതി കേരളത്തിൽ എത്രമാത്രം ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ ന്യൂനപക്ഷ സമുദായത്തിന്റെ ഭാഗമായി ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ബുദ്ധ, ജൈന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരുപക്ഷെ വളരെ കുറവായിരിക്കും. അല്ലാതുള്ള ആളുകളുണ്ട്. മലപ്പുറം, കോഴിക്കോട് മേഖലകൾ, കണ്ണൂർ മേഖലകളിൽ ഇത്തരം ആളുകൾ ബഹുഭൂരിപക്ഷമാണ് ഒരു സ്കൂളിൽ. ഇത് ആര് ചെയ്യണം? ഒരു പ്രധാന അധ്യാപകൻ ചെയ്യണം. ഓഫ്ലൈനാണ്, ഓൺലൈൻ ആണെന്നാണ് പറയുന്നത്. പക്ഷേ അപേക്ഷ മുഴുവൻ മേടിച്ചു വെച്ചിട്ട് ഇത് മുഴുവൻ ഈ പറയപ്പെടുന്ന സൈറ്റിലേക്ക് നമ്മൾ കൊടുക്കണം. അതിന് എന്തെല്ലാം ഡോക്യുമെന്റ് വേണം? ഈ പറയപ്പെടുന്ന വരുമാന സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ജാതി സർട്ടിഫിക്കറ്റ്, മറ്റു കാര്യങ്ങളും എല്ലാം അടക്കമുള്ള ഡോക്യുമെന്റേഷൻ വേണം. ഇതെല്ലാം കൊടുത്ത് 4-ാം തീയതി നമ്മുടെ സ്കൂളുകളിൽ വന്ന സർക്കുലർ വെച്ച് 5-ാം തീയതി 9-ാം തീയതി ഇത് കൊടുക്കുക അവസാനിപ്പിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ആകെ നമുക്ക് ലഭ്യമാകുന്ന 3-4 പ്രവൃത്തി ദിവസമാണ്. ഈ പറയപ്പെടുന്ന LP സ്കൂളുകളിൽ ഓരോ ക്ലാസ്സിലും ഓരോ അധ്യാപകൻ പോലും ഇല്ലാത്ത സാഹചര്യം. ഭിന്നശേഷി സംവരണത്തിന്റെ ഭാഗമായി ഒരു അധ്യാപകനെ പോലും പോസ്റ്റ് ചെയ്യാതെ അവിടെ ഡെയിലി വേഴ്സായി പോലും വെക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പ്രധാന അധ്യാപകന് അവിടെ ആകെയുള്ള ഡെയിലി വേഴ്സ് അധ്യാപകർ കൂടി ക്ലാസ്സുകൾ മൊത്തത്തിൽ കമ്പൈൻ ചെയ്ത് പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ ആർക്കും ചെയ്യാൻ കഴിയും? പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം, യാത്രയയപ്പ് സമ്മേളനം, വനിതാ സമ്മേളനം എന്നിവയും നടന്നു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രഥമാധ്യാപകരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉപഹാരം നൽകി അനുമോദിച്ചു. ജില്ലാ സെക്രട്ടറി എബ്രഹാം ഡാനിയൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ സമ്മേളനത്തിന്റെ ജനറൽ കൺവീനർ സിനി ജോർജ് നന്ദി പറഞ്ഞു. പുതിയ കൗൺസിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ, ബാങ്ക് ലോൺ, പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്.
Contact 94472 44659 89218 37847.